ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാ കൂട്ടുകാരും പറഞ്ഞ പോലെ ബോട്ടിൽ ആർട്ട് തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് പേര് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഏതാണെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിനി ബോട്ടിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബോട്ടിലോട്ട് കേട്ടോ. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ആക്കിയിട്ട് ഒരല്പം വെള്ളം ബ്രഷിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം ഗ്ലൂ ആയിട്ട് മിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആദ്യം നമ്മൾ ഗ്ലൂ ബോട്ടിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ബ്രഷ് നനച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമ്മളൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് മുകളിലൂടെ ഒന്നും കൂടെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നല്ല കട്ടിയായതുകൊണ്ട് നമ്മൾ ഒട്ടിക്കുന്ന സംഭവങ്ങൾ ഒട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ വെള്ളം ആക്കി കൊണ്ടുവന്നതാണ് കേട്ടോ, കുറച്ച് വെള്ളമായിട്ട് അങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഫുള്ള് നമുക്ക് എവിടേക്കാണ് നമ്മുടെ വർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അവിടേക്ക് നമുക്ക് വെള്ളം ആക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ മെയിനായിട്ട് സംഭവം ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ സവോളയുടെയും അതുപോലെ തന്നെ ഗാർലിക്കിൻ്റെയും തൊലിയാണ്. ഇത് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. പച്ചയ്ക്ക് പറ്റില്ല, നമ്മൾ തൊലി കളയില്ലേ, അതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് മിക്സിയിലൊന്നിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഗ്ലൂവിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഗാർലിക്കിൻ്റെ അതുപോലെ തന്നെ ഓണിയൻ്റെയും തൊലികൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതായത് വെളുത്തുള്ളിയും സവോളയും അല്ലേ, അത് രണ്ടും കൂടെ വെച്ചിട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഒരു വൈറ്റും ഒരു പിങ്കും ആയിട്ടുള്ള ഒരു കളർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ എവിടേക്കാണോ ഇടുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ എവിടേക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ സാധാരണയിൽ വിട്ട് ഒരു സ്പെഷ്യൽ സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അമർത്തി അങ്ങ് കൊടുക്കണ്ട. അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട്. മറ്റുള്ളത് പോലെയല്ല, ആ ഒരു ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു എഫക്റ്റ് കിട്ടിയാൽ മാത്രമേ ഭംഗിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞതിന് ശേഷം ഇതിൽ നമ്മൾ ഗ്ലൂവും വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാണിത്. അപ്പോൾ ഇതെനിക്ക് ശരിക്കും എൻ്റെ ഹെയർ ഇതിന് ഉള്ള മാസ്കിലുള്ള ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഗ്ലൂവും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ എനിക്കിത് മാത്രമായിട്ട് വെച്ചപ്പോൾ അത്ര അങ്ങോട്ട് ഭംഗി തോന്നിയില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഒരു 2 സംഭവങ്ങളും കൂടെ ഞാനൊന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗ്ലൂ കുറച്ചായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിറച്ച് അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ പോലെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ നമ്മളുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ തട്ടി കൊടുത്തിട്ടായാലും അങ്ങനെ ആയാലും ചെയ്യാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഗ്ലൂ ഒന്ന് കൈ കൊണ്ടായാലും പറ്റി കൊടുത്തിട്ടായാലും ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ടത്. എനിക്കത് അത്ര അങ്ങോട്ട് അത് ഭംഗിയായിട്ട് തോന്നിയില്ല. ഓക്കെ, പിന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരും ചോദിച്ച കാരണമാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ ഇത് തട്ടി കൊടുക്കുകയാണ്, പിന്നെ വെക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തട്ടി കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ ഒക്കെ പോയിട്ട് ഒരു ഗ്ലിറ്ററി ഇഫക്റ്റ് കിട്ടും. ഇനി ഒരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. നമ്മുടെ എഗ് ഉണ്ടല്ലോ, എഗ് പൊടിച്ചതും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട്, നല്ല പൗഡറായിട്ടുള്ള എഗ് കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും വേണമെങ്കിൽ ഇനി ഗ്ലൂ ഒന്നും കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇടാം. അപ്പോൾ ഇതിൽ പക്ഷേ ഓൾറെഡി ഗ്ലൂ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ഇനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നില്ല. നേരെ അങ്ങ് എഗ് പൊടിച്ചതും കൂടെ അങ്ങ് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ പിങ്കിൻ്റെ ഇടയിൽ കൂടെ ഒരു വൈറ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ടില്ല, ഇടയിലാണ് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കത്തല്ലോ, അപ്പോൾ അതങ്ങ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എഗ് ഒന്നും ഉണങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ, പെട്ടെന്ന് ആ ഗ്ലൂയിലോട്ട് അബ്സോർബ് ആവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എവിടെയൊക്കെ വേണ്ടത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെക്കാം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ വൈറ്റ് കളറൊക്കെ വരുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഒന്ന് തട്ടി ഒന്ന് കൊടുക്കാം, അപ്പോൾ ആക്കി കൊടുക്കാം. ഓക്കെ,
അതിനുശേഷം നമ്മൾ വാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. വാർണിഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതൊന്ന് താഴ്ന്നു പോവും, അങ്ങനെ പൊന്തി നിൽക്കുന്ന നമ്മുടെ സവോളയുടെ ഇതിൻ്റെയൊക്കെ ഇത് കേട്ടോ. പക്ഷേ വാർണിഷ് ചെയ്യാണ്ട് എനിക്ക് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മളിത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വേസ്റ്റായിട്ട് പോകുന്ന, അതായത് മണ്ണിൽ ഡീക്കേ ആവുന്ന സാധനങ്ങളാണ്, ജീവികൾ വന്നിരിക്കാൻ ചാൻസസ് ഉള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാർണിഷ് ഇല്ലാതെ എത്രത്തോളം നന്നായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പ്രിഫർ ചെയ്യുക വാർണിഷ് അടിക്കാനാണ് കേട്ടോ. വാർണിഷ് അടിച്ചാൽ അതിൻ്റെ ഭംഗി, ആ കളറിന് ഭംഗി വരും, പക്ഷേ അങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. പക്ഷേ കളർ കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് വാർണിഷ് ചെയ്തെടുക്കാം. വാർണിഷ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ സ്പോഞ്ചിൽ തന്നെയാണ് വാർണിഷ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വാർണിഷ് ഇല്ലെങ്കിൽ ഗ്ലൂവും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ മോഡ് പോജ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അതൊക്കെ ആയാലും ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും അടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഉണക്കിയെടുത്ത് കൊണ്ടതിന് ശേഷം നമ്മളൊരു വൂളും അതിലൊരു ബീഡും കെട്ടിയിട്ട് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവറും കൂടെ വെക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവറാണ്. ഈ ഫ്ലവർ ഉണ്ടല്ലോ നമ്മളൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ടെർമറിക് വെച്ചിട്ട് ഈ ഒരു ഇതിൽ എങ്ങനെയാണ് ഈ ഫ്ലവർ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ ബോട്ടിലാട്ടിൽ. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാട്ട്. ശരിക്കും പറയാൻ വെച്ചാൽ എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ആ ഒരു ഭംഗി വിചാരിച്ച പോലത്തെ പെർഫെക്ഷനൊന്നും വന്നില്ല ബോട്ടിൽ. ഇപ്പം ഇതിൽ കാണുന്ന അത്ര ഭംഗിയും കൂടെ എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ. എനിക്കറിയില്ല സവോളയുടെ കളറിൻ്റെയും അതൊക്കെയാണോ എന്നറിയില്ല. ഇപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ചെയ്തത്. എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഇടില്ലായിരുന്നു. പിന്നെ അപ്പോൾ അതിന് കുറച്ചും കൂടെ ഭംഗിയാക്കാനാണ് നമ്മൾ എക്സെല്ലും ഗ്ലിറ്ററൊക്കെ കൊടുത്ത്, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊരു ഭംഗിയും കൂടെ ആയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് സവോളയുടെ ഇത് മാത്രമായിട്ട് വെച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഭംഗി തോന്നിയില്ല കേട്ടോ. കുറച്ചുകൂടെ ഗ്ലിറ്ററും അതുപോലെ തന്നെ എക്സെല്ല് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് അതിൽ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണ്ടവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഴപ്പമില്ല, നമുക്ക് വീട്ടിലൊക്കെ വെക്കാനാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.